ഹലോ, എല്ലാവർക്കും സുഖമാണല്ലേ? നമ്മൾ കഴിഞ്ഞ കുറേ ദിവസം കൊണ്ട് ഈ ഫ്ലോറിഡയിലെ ആ വ്ളോഗും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ തുടർന്ന് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നേരത്തെ ഇടാറുണ്ടായിരുന്നു കുറേ കുക്കിംഗ് ഒക്കെ. അപ്പോൾ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഇടാൻ ശ്രമിക്കുന്നത്. വേറൊന്നുമല്ല, ഒരു ടൂണ കട്ട്ലേറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ചൂരമീൻ കൊണ്ടുള്ള ഒരു കട്ട്ലേറ്റ്. അപ്പോൾ ഇന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഹോം മെയ്ഡാണ്. ഇന്നത് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാമേ. വളരെ ഈസിയാണ്, ഈസി റെസിപ്പീസാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാൻ പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കോണും എന്നോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ കൂടുതൽ ഞാനായിട്ട് വിവരിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാമേ. എല്ലാവരും കാണിക്കാം. അപ്പോൾ നമുക്ക് ടൂണ കട്ട്ലേറ്റിന് വേണ്ടത് ഇത് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് ആവശ്യത്തിന് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ട ഈ കറിവേപ്പില, പിന്നെ ഒരു 4 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ്, ഇതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ 2 വലിയ സവാള എടുത്തിട്ടുണ്ട്, വലിയ ഉള്ളി, അതിവിടെ കിട്ടുന്നതാണ്, വെള്ളയും ഈ ചുവപ്പും ഒക്കെ. പിന്നെ എടുത്തേക്കുന്നത് 4 പച്ചമുളകാണ്, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരല്പം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഇത് ആവശ്യത്തിനുള്ള എടുത്തേക്കുന്നത്. പിന്നെ ഈ ടൂണ കട്ട്ലേറ്റിന് മെയിനായിട്ട് വേണ്ടത്, ഇത് ആക്ച്വലി മീനാണ് ഇതിനകത്ത്. ഈ മീന് ഇത് ഫ്രീസറിനകത്ത് വെച്ചേക്കുന്നതാണ്. നമ്മൾ പുറത്തെടുക്കുമ്പം അതിനെ പൊടിഞ്ഞു വരും. ഇത് ചൂരമീൻ്റെയാണ്. അപ്പം എനിക്ക് തോന്നുന്ന നാട്ടിലൊക്കെ ഇത് കിട്ടാൻ അല്പം പ്രയാസമായിരിക്കും ഇങ്ങനത്തെ. ഇതാണ് ലൈറ്റ് ടൂണ, ചങ്ക് ലൈറ്റ് ടൂണ ആണ്, ബംബിൾ ബി. അപ്പം ഇത് നാട്ടിൽ കിട്ടാൻ പ്രയാസമായിരിക്കും. അപ്പം നാട്ടിൽ ഇത് ചെയ്യുമ്പം ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഈ 3-4 കഷ്ണം ഈ ചൂരമീൻ്റെ കഷ്ണം എടുത്തിട്ട് അത് വെള്ളത്തിലിട്ട് വേവിക്കണം. വേവിച്ചിട്ട് ഇത് വേവിക്കുന്ന ഇച്ചിരി ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിക്കണം. വേവിച്ചിട്ട് ഇത് കൈകൊണ്ട് ചെറുതായിട്ട് പൊടിച്ചെടുക്കണം. ആ ഒരു സംഭവം തന്നെ ഇതിനകത്ത് കിട്ടുന്നത്. അപ്പോൾ നമുക്കിത് നമുക്ക് കടയിൽ കിട്ടാത്തത് കൊണ്ട് നമ്മൾ ആ രീതിയിൽ ചെയ്തെടുത്താൽ മതിയേ. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചതല്ല, ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ്ട് ഈ പൊട്ടറ്റോ ആണ്, ഇത് ഉരുളക്കിഴങ്ങാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നു. പിന്നെ ഇത് ദാണ്ട് മല്ലിയിലയാണ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നു. ഇത് കറിവേപ്പില, പിന്നെ ഇത് പച്ചമുളക്, ഇത് ഇഞ്ചി ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുവാണേ. അപ്പോൾ ഇഞ്ചി കഴിഞ്ഞ് ദാണ്ട് ഇത് സവാളയാണ്, സവാള നമ്മൾ ഇത്ര അരിഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ ദാണ്ട് നേരത്തെ ആ ചൂരയാണ്, ആ ചൂര മീൻ നമ്മളിങ്ങനെ പൊടിച്ചെടുത്തതാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞായിരുന്നു, ഒരുപക്ഷെ വാങ്ങിക്കാൻ നിങ്ങൾക്ക് കടയിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഇത് നല്ലവണ്ണം പുഴുങ്ങി എടുത്തിട്ട് നല്ലവണ്ണം അത് പിഴിഞ്ഞെടുത്തിട്ട് അത് പൊടിച്ചെടുക്കുക. അങ്ങനത്തെ പൊടിച്ച ചൂരമീൻ തന്നെ. ഞാൻ നേരത്തെ കാണിച്ച ടിന്നിൻ്റെ ഒരു 3-4 ടിന്ന് എടുത്തുള്ളൂ, ഏകദേശം ഒരു 1/2 കിലോയ്ക്ക് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനി നമ്മളിത് പാകം ചെയ്യാൻ പോവാണേ. ഇത്രയും സാധനങ്ങൾ ഇത് നമ്മൾ വഴറ്റാനാണ് ഈ പാത്രം വെച്ചേക്കുന്നത്. ഇത് കിഴങ്ങ് പുഴുങ്ങാൻ വെച്ചേക്കുവാണ്. ഒരു ശകല ഉപ്പ് നമ്മൾ അങ്ങോട്ട് ഇടുവാണേ. എത്രയും ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഇല്ല, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് നമ്മൾ ഇടുന്നുള്ളൂ. ഒരു ശകല മഞ്ഞൾപ്പൊടി പാകത്തിന് അതിനകത്തിടുവാണേ. ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് നമ്മളിതൊന്ന് വേഗം നടച്ചു വെക്കുവാണേ. ഇത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാത്രം വെച്ചേക്കുന്നത്. ഒരു ശകല എണ്ണ ഒഴിച്ചു കൊടുക്കണം വഴറ്റാനുള്ളത്. ഇത്ര എണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്, വഴറ്റാനുള്ള എണ്ണയാണ്. ആക്ച്വലി ഇതൊരു ഇലക്ട്രിക് അടുപ്പാണ് കേട്ടോ. ഇവിടെ അങ്ങനത്തെ ഒരു അടുപ്പുകളാണ്. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ആ സവാള, അത് ഇഞ്ചിയാണേ. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചി കഴിഞ്ഞിട്ട് കരിയാപ്പില ഇട്ടു. നമ്മളിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. ഒന്ന് വഴന്ന് കിട്ടണം ഇതൊന്ന് മൊത്തത്തിൽ. അപ്പൊ ഏകദേശം വഴന്ന് കിട്ടി കേട്ടോ. ഇച്ചിരി ഉപ്പ് കൂടെ നമ്മൾ അതിനകത്ത് ഇടുവാണേ. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇടുന്നുള്ളൂ അതിനകത്ത്, കാരണം വേറെ ഉപ്പ് ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ വെച്ച ഉരുളക്കിഴങ്ങ് ഏകദേശം നല്ലോണം തിളച്ച് വരുന്നുണ്ട്. നമ്മളിനി അല്പം മല്ലിയില അങ്ങ് ഇട്ട് കൊടുക്കുവാണ്. നേരത്തെ അരിഞ്ഞു വെച്ച് മല്ലിയില അതിനകത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഏകദേശം ഒന്ന് വഴന്ന് വരുമ്പോഴാണ് നമ്മൾ ഈ മല്ലിയില ഇട്ട് കൊടുക്കുന്നത്.
ഈ ഇലക്ട്രിക് അടുപ്പിൻ്റെ ഈ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഇവിടാണ്, അഡ്ജസ്റ്റ്മെൻറ്റും ഒക്കെ ഇവിടാണ്, ഇതിനകത്താണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഉള്ളിയും ആ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ഒരുവിധം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഒരുവിധമല്ല, നല്ല രീതിയിൽ വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ എടുക്കാൻ പോവാണേ. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഏകദേശം വെന്ത് വരുന്നേ. വെള്ളം വറ്റുന്നവരെ നോക്കിയിരിക്കണമെന്നില്ല. ഏകദേശം നല്ലോണം വെന്ത് കഴിഞ്ഞ് നമുക്കിതങ്ങ് എടുക്കാം. അപ്പോൾ ഈ പൊട്ടറ്റോ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇത് എടുക്കുവാണേ. എടുത്തിട്ട് നമ്മൾ ഇതിനകത്തോട്ട് പൊടിച്ചിടുവേ. ആ പാകത്തിനാണ് നമ്മളിപ്പം ഇത് പുഴുങ്ങി എടുത്തേക്കുന്നത്. ഇത് ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കുവാണ്. നമ്മളൊന്ന് നല്ലോണം പൊടിച്ചെടുക്കും ഇതുപോലെ. അപ്പം നമ്മൾ പൊടിച്ച ആ പൊട്ടറ്റോ ഇതിനകത്ത് ഇടുവാണ്. ഇതിനകത്തിട്ട് മൊത്തം ഒന്ന് മിക്സ് ചെയ്തെടുക്കുവേ. ആ ഉരുളക്കിഴങ്ങ് മൊത്തം നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ. അപ്പം നമ്മൾ ആ പൊടിച്ച് വെച്ചേക്കുന്ന ആ ചൂരമീൻ ഇതിനകത്തോട്ട് ഇടുവാണ്, കട്ട്ലേറ്റിനുള്ളത്. ഇത് ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കണേ. ഇത് മൊത്തം ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കാമേ. അപ്പോൾ നമ്മളിത് മൊത്തം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ എല്ലാ സാധനങ്ങളും എന്ന് പറഞ്ഞാൽ നമ്മൾ വഴറ്റിയെടുത്തതും പിന്നെ ആ പുഴുങ്ങിയെടുത്ത പൊട്ടറ്റോയും ഉരുളക്കിഴങ്ങ് ഇതെല്ലാം കൂടെ ഒന്നിച്ച് നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ അവസാനം നമ്മൾ ആ ചൂരമീൻ നമ്മൾ ഇതിനകത്തിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസാണ് നമ്മൾ ഉരുട്ടിയെടുക്കുന്നത്. ഉരുട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദാണ്ട് ഇതുപോലെ കൈകൊണ്ട് ഉരുട്ടി വെച്ച് പിന്നെ ആ ഒരു സ്പൂണിലോട്ട് വെച്ച് ആ ഒരു അളവ് പിടിച്ചാണ് നമ്മൾ എല്ലാം ഒരേ സൈസിനാണ് നമ്മളതുപോലെ ചെയ്തെടുക്കുന്നത്. കണ്ട് ഇതുപോലെ. ഇത് രണ്ട് ഷേപ്പിലാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. വേറെ ഷേപ്പിൽ നമുക്കിതുപോലെ ഉണ്ടാക്കാമേ. കണ്ട് ഇതുപോലെ കയ്യിലെടുത്ത് ഈ ഒരു ഷേപ്പിലും ഉണ്ടാക്കിയെടുക്കാന്നുള്ളതേ ഉള്ളൂ. ഒന്നിതും ഒന്നിതുമേ. അപ്പം മൊത്തം നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ട് അടുത്ത ബാക്കി കാണിക്കാമേ. അപ്പോൾ നമ്മൾ ഇത് മൊത്തം ദണ്ട് ഈ ഒരു ഷേപ്പിലും ദണ്ട് ഈ ഷേപ്പിലും ആക്കിയെടുത്ത് ഇതെല്ലാം കൂടെ നമ്മളൊരു ഉരുള പിടിച്ചപ്പോൾ ഒരു 30-35 എണ്ണം ഉണ്ട്. അപ്പോൾ ഇത്ര നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത് നമ്മൾ എടുക്കുന്നത് 2 സാധാരണ മുട്ടയും പിന്നെ ബ്രെഡ് ക്രംസ് ആണ്. നമുക്കിത് ഉണ്ടാക്കാനുള്ള ബ്രെഡ് ക്രംസ് ആണ്. നാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇപ്പം ഇത് അവൈലബിൾ ആണ്, ഇപ്പം കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രെഡ് പൊടിച്ചാലും മതി. എനിക്കൊന്ന് റസ്ക്കാന്ന് തോന്നുന്നു പൊടിച്ചെടുക്കുന്നത്. ഇപ്പം നമ്മളിപ്പം വാങ്ങിച്ചതാണ് ഇത്. അപ്പം ഇനി അടുത്ത് ഇതിലോട്ടാണ്. നമുക്ക് ഈ മുട്ടയുടെ വെള്ളം മാത്രം മതി കേട്ടോ, മഞ്ഞയുടെ ആവശ്യമില്ല. ആ വെള്ളം മാത്രം നമുക്ക് മതിയാവും. അപ്പം നല്ലോണം ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. ഇത് മാക്സിമം നിങ്ങൾ ഈ മുട്ടയുടെ വെള്ളം മാത്രം വീഴുന്ന രീതിയിൽ വേണം എടുക്കാൻ. അതുകൊണ്ട് ഇതുപോലെ അടിച്ചെടുക്കുമ്പോൾ ഇതുപോലെ നൂല് പോലെ വരാതെ നോക്കണം കേട്ടോ. നൂല് പോലെ വരാത്ത രീതിയിൽ നിങ്ങൾ മാക്സിമം അടിച്ചെടുക്കണം. ശരിക്കും അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നൂല് പോലെ വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മളിത് മൊത്തം അടിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡ് ക്രംസിനകത്ത് കുറച്ച് ഈ പച്ച കളറിൽ കിടക്കുന്നത് കണ്ടോ? അത് നമ്മൾ ഈ ബ്രെഡ് ക്രംസ് വാങ്ങിച്ചപ്പം അതിനകത്തുണ്ടായിരുന്നതാ. അത് ആക്ച്വലി വേറെ ഒന്നുമല്ല, ഇത് കണ്ടോ, പാഴ്സലി അയമോദകമാണിത്. അയമോദകത്തിൻ്റെ ചെറിയ പൊടി അവർ ഇങ്ങനെ അതിനകത്ത് ഒരു ഫ്ലേവറിന് വേണ്ടി ഇട്ടേക്കുന്നതേ ഉള്ളൂ. അതിപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല. നിങ്ങൾ സാധാരണ ബ്രെഡ് ക്രംസ് അങ്ങ് എടുത്താൽ മതിയേ. ഇപ്പോൾ ഇതുപോലെ ആദ്യം ആ മുട്ടയുടെ വെള്ളയെ മുക്കി വെച്ച് ഈ ബ്രെഡ് ക്രംസിലൊന്ന്
ഇതുപോലെ ഒന്ന് പുരട്ടി എടുക്കുകയാണ് മൊത്തത്തിൽ. വീണ്ടും അതുപോലെ നമ്മൾ അത് മൊത്തം എടുത്ത് ഓരോന്ന് ഇതുപോലെ ആ മുട്ടയുടെ വെള്ളയിലൊന്ന് ഡിപ്പ് ചെയ്ത് വെച്ച് ഇതിലൊന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കും മൊത്തത്തിലൊന്ന്. അതുകൊണ്ട് ഈ എണ്ണ നമ്മൾ അതിനകത്തോട്ടൊന്ന് ഒഴിക്കുവാണേ. ഈ എണ്ണ ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചിതൊന്ന് വറുത്തെടുക്കാൻ പോവാണേ. നമ്മളിത് ഓരോന്നിടുമ്പോഴും ഇത് മുങ്ങി കിടക്കുന്ന രീതിയിലുള്ള എണ്ണ വേണം അതിനകത്ത് ഒഴിക്കാനേ. അതിനകത്ത് മുങ്ങി നിൽക്കണം, എന്നാലും അത് കറക്റ്റ് രീതിയിൽ നമുക്ക് പാകത്തിന് അത് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. പിന്നെ ഓരോ നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാമേ. ഇത് നല്ലോണം മൂത്ത് കിട്ടണം കേട്ടോ. ഇത് എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്, നല്ലോണം മൂത്ത് മുരിഞ്ഞ് കിട്ടണം. എണ്ണ നല്ല ചൂടായിരിക്കും, അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം മൂത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു അളവിനാണ് നമ്മൾ എടുക്കുന്നത്. ഒത്തിരി അങ്ങനെ ചുമക്കുന്ന രീതിയിൽ നമ്മൾ അങ്ങനെ ഇടുന്നില്ല. ഈ ഒരു അളവിനാണേ. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇത് മൊത്തം ഇങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട്. മൊത്തം ഇത് ഇങ്ങനെ നല്ല രീതിയിൽ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി നമ്മളെ കളർ ചേഞ്ച് ചെയ്യുന്ന രീതിയിലൊന്നും ആയിട്ടില്ല. എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി കരിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു സൈസിനാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ടേസ്റ്റ് നോക്കുന്നതാണ്. ടേസ്റ്റ് നോക്കുന്ന നമ്മൾ ഇത്ര ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സാധനം കണ്ടല്ലോ അല്ലേ, കട്ട്ലേറ്റ്, ടൂണ കട്ട്ലേറ്റ്. എനിക്ക് തോന്നുന്നില്ല ഈ യൂട്യൂബിലൊക്കെ ഒത്തിരി വീഡിയോസ് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ട്രൈ ചെയ്തതാണ് കേട്ടോ. ഇതൊരു പ്രത്യേകതര റെസിപ്പികളാണ് നമ്മൾ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്യുവാണ്. ടേസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്താണെന്ന് വെച്ചാൽ എടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് ഹോട്ട് സോസാണ്. ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് എടുത്തതാണ്. ഇപ്പോൾ ഇത് ഹോട്ട് സോസ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ചിലർ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ടൊമാറ്റോ സോസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. എന്താണേലും ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നത്? നല്ല ചൂടാട്ടോ. ഇപ്പം നമ്മൾ എടുത്തേ ഉള്ളൂ. ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ്. ഇപ്പം സാധാരണ ഇപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ കൊള്ളത്തില്ലെങ്കിലും നമ്മൾ കൊള്ളാമെന്നേ പറയത്തുള്ളൂ. പക്ഷെ ഇത് അങ്ങനൊന്നും അല്ല. ഇത് നല്ല ടേസ്റ്റ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് വീട്ടിൽ വെച്ച് നോക്കാം. ഹോം മെയ്ഡ് കട്ട്ലേറ്റ് ആണ്. ഇതിനകത്ത് വേറെ നമ്മൾ മായങ്ങളോ വേറെ പൊടികളോ ആവശ്യമില്ലാത്തൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും. എല്ലാം കിട്ടാവുന്ന സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. സാധാരണ നമ്മൾ ചെയ്യുന്ന കുക്കിംഗ് വീഡിയോസിലുള്ള മാക്സിമം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മാർക്കറ്റിലൊക്കെ എല്ലാവർക്കും കിട്ടുന്ന സാധനങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ കാണിച്ചാൽ ചൂരമീൻ ഒരുപക്ഷെ നിങ്ങൾക്ക് ആ ഒരു ടിന്നിൽ അവൈലബിൾ ആയിട്ട് കിട്ടത്തില്ലായിരിക്കാം നമ്മുടെ നാട്ടിലൊക്കെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രീതി നിങ്ങൾ ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ ചൂടുവെള്ളത്തിനകത്തിട്ട് ഇച്ചിരി ഉപ്പും ഇച്ചിരി മഞ്ഞപ്പൊടിയും ഇട്ട് നല്ലോണം തിളപ്പിച്ചിട്ട് അത് നല്ലോണം പൊടിച്ചിഞ്ഞെടുത്താൽ മതി. വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞിട്ട് പൊടിഞ്ഞെടുത്താൽ മതി. ആ രീതിയിൽ ചെയ്താൽ മതി. ബാക്കിയെല്ലാം നിങ്ങൾക്ക് എല്ലാം കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള സാധനമാണ്. നിങ്ങളിത് മിസ് ചെയ്യരുത്. മാക്സിമം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്ത് നോക്ക്. ഇപ്പം കൊച്ചു പിള്ളേരൊക്കെ ഉള്ളതാണെങ്കിൽ 4 മണിക്കൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വളരെ ഇഷ്ടപ്പെടും. നിങ്ങൾ ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അവർ ചോദിക്കും. അത്ര ടേസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് ഇത് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടാതിരിക്കത്തില്ല, ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ തുടർന്ന് അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാം സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.